നമ്മൾ സേ എന്ന പ്രത്യയത്തെ ഡീപ്പായിട്ട് പരിചയപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ സംസാര ഭാഷയിൽ പറയുന്ന മറ്റൊരു ഉപയോഗമാണ് ആപ്സെ മിലേങ്കി. ആപ്സെ ഹം കൽ മിലേങ്കി, ആപ്സെ കൽ മിലേങ്കി, നാളെ നമ്മൾ നിങ്ങളെ കാണാം. നമ്മൾ സംസാര ഭാഷയിൽ സാധാരണ ഒരാളെ കാണും, കോയ ബാത്തിനെ ജബ് കൽ ആപ്സെ കൽ മിലുങ്കി, ആപ്സെ കൽ മിലുങ്കി എന്ന് ലേഡീസ് പറയാം. ആപ്സെ കൽ മിലുങ്കി, നാളെ താങ്കളെ കാണാം. അപ്പോൾ സേ എന്നതിന് ഒരു പ്രത്യേക അർത്ഥം അവിടെ ഇല്ല. അത് മിൽന എന്ന് പറയുന്ന കണ്ടുമുട്ടുക എന്നതിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് സേ മിൽന എന്നാണ് പറയാം. ഓക്കെ, സേ മിൽന, ആപ് സേ മിലെങ്കി, ഉൻ സേ മിൽന എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ സേ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഉപയോഗം. അതേപോലത്തെ വേറൊരു ഉപയോഗം, ഇതൊന്നും മലയാളത്തിലെ ആ കറക്റ്റ് പ്രത്യയമല്ല, അതിനൊക്കെ ഓരോ പ്രത്യയങ്ങളാണ്. പ്രത്യയ് എന്ന് പറയുക, അതായത് ഓരോ അക്ഷരങ്ങളുണ്ടല്ലോ കൂട്ടി യോജിപ്പിക്കാനുള്ള, സൂപ്പർ ഗ്ലൂ എന്ന് പറയുന്ന അതിൻ്റെ ഓരോ ഉപയോഗങ്ങളാണ്. ഇനി നമുക്ക് ഹിന്ദിയിലെ പിന്നെ സെപ്പറേറ്റുള്ള ഒരു ഉപയോഗമാണ്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞെന്താണ്, സേ എന്ന് പറഞ്ഞല്ലോ, സേ മിലെങ്കി എന്ന് പറഞ്ഞ് അതേപോലത്തെ വേറൊന്നാണ് നമ്മളിപ്പോൾ സേ പഹ്ലെ, സേ പഹ്ലെ എന്ന് പറയും. കെ ബാദും സേ പഹ്ലെ ഉണ്ട്. സേ പഹ്ലെ അതായത് ഉസ്സേ പഹ്ലെ, അതിൻ്റെ മുമ്പ്. എന്താണ് പറയുക, ഉസ്സേ പഹ്ലെ, അതിൻ്റെ മുമ്പ്. ഏക് ദിൻ സേ പഹ്ലെ, ഏക് ദിൻ സേ പഹ്ലെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ മുമ്പ്. അപ്പോൾ മുമ്പ് എന്ന് പറയാൻ സേ പഹ്ലെ എന്ന് സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഏക് ഘണ്ടാ സേ പഹ്ലെ, ഏക് ഘണ്ടാ സേ പഹ്ലെ, ഏക് ഘണ്ടാ സേ പഹ്ലെ ഇന്തസാർ മേ ഹൂം, ഘണ്ടാ സേ പഹ്ലെ, ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വെയിറ്റിങ്ങിലാണ്. ഇങ്ങനെ ഘണ്ടാ സേ പഹ്ലെ എന്ന് പറയാം. ഓക്കെ, അതുപോലെ ബച്പൻ സേ, നമ്മൾ പറഞ്ഞല്ലോ മുതൽക്ക് എന്ന് പറയുന്നെങ്കിലും ഈ ഒരു ഉപയോഗം കൂടി ഉണ്ട്. ബച്പൻ സേ, ചെറുപ്പം മുതലേ എന്ന് പറയും. ബച്പൻ സേ മുझे ये मेरा ഹാബിറ്റ്, ബച്പൻ സേ ഇത് എൻ്റെ ഹാബിറ്റാണ്. ബച്പൻ സേ, ചെറുപ്പം മുതലേ ഇതെൻ്റെ ഹാബിറ്റാണ്. ഓക്കെ, അപ്പം ഒരു സേ എന്നതിൻ്റെ വ്യത്യസ്ത ഉപയോഗങ്ങളാണ്. ഇനിയും ധാരാളം ഉപയോഗങ്ങൾ ഒരേ പ്രത്യയത്തിന് തന്നെയുണ്ട്. വ്യത്യസ്തമായ ഉപയോഗങ്ങളിലൂടെ നമ്മളത് പഠിക്കും. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ആ വിഷയം നമുക്ക് മനസ്സിലാക്കാം. ജോർ സേ ബോലോ യാർ, ജോർ സേ ബോലോ, ഉറക്കെ പറയൂ എന്ന് പറയും. അഹിസ്തേ ബത്താവോ, അഹിസ്തേ കറോ, അഹിസ്തേ ചലാവോ ഗാഡി, അഹിസ്തേ ചലാവോ ഗാഡി എന്ന് പറഞ്ഞാൽ പതുക്കെ വണ്ടി ഓടിക്കൂ, അഹിസ്തേ. അപ്പം ഇങ്ങനെ സേ എന്ന് പറയും. ജോർ സേ, ജസ്ബാ സേ ബോൽന, എന്നാൽ ഭയങ്കര മനഃശക്തിയോട് കൂടെ പറയണം, കോൺഫിഡൻ്റ്ലി സംസാരിക്കണം എന്നൊക്കെ പറയാൻ സേ എന്ന് അവിടെ കൂട്ടി കൊടുക്കാറുണ്ട്. ഇങ്ങനെ സേയുടെ വിവിധങ്ങളായ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഏകദേശം 6-ലധികം ഉപയോഗം ഞാനിവിടെ ഈ 3-4 വീഡിയോയിലൂടെ നിങ്ങളുമായി സൂചിപ്പിച്ചു. അവ നിങ്ങൾ 1 by 1 ആയിട്ട് കാണുകയും ഹിന്ദി ഭാഷയിൽ സംശയലേശം എന്നെ സംസാരിക്കുവാൻ കഴിവ് നേടിയെടുക്കുകയും ചെയ്യണമെന്ന് വിനയത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദി യൂനി നിങ്ങൾക്ക് വേണ്ടി എല്ലാ സമയത്തും ഇത്തരം വീഡിയോകൾ ഇറക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ആവുക. धन्यवाद आपका, बहुत शुक्रिया.